വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പാർട്ടിക്കാരനായതിനാൽ പ്രതിക്കായി പോലീസ് വഴിവിട്ട് സഹായം നൽകിയെന്നും വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയോ എന്നത് പരിശോധിക്കുകയാണെന്നും തെറ്റ് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് പോലീസ് കൊലപാതകവും പീഡനവും എഫ്ഐആറിൽ ചേർത്തതെന്നും പ്രോസിക്യൂഷൻ മുഴുവനായി പ്രതിഭാഗത്തിന്റെ ഭാഗമായി മാറിയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ സണ്ണി ജോസഫ് ആരോപിച്ചു. വാളയാറിലെ സഹോദരിമാരുടെ ദാരുണമായിട്ടുള്ള കൊലപാതകം അത് എങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ടുവോ ആ രൂപത്തിൽ തന്നെയാണ് വണ്ടിപ്പെരിയാറിലെ പ്രതിക്കും രക്ഷ ഒരുക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി. കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്, ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. പാർട്ടിക്കാർ എന്ത് ഹീനകൃത്യം ചെയ്താലും സർക്കാർ സംരക്ഷിക്കുകയാണെന്നും വണ്ടിപ്പെരിയാർ കേസ് പുനരന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കിയത്? ഫ്രം ദ ഡേ 1 ഈ സംഭവം നടന്ന അന്ന് മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇത് ചെയ്യരുത് സർ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.